കുഞ്ഞു മക്കളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതും എന്നാൽ പാരൻസിനെ അലട്ടുന്നതുമായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് കുഞ്ഞുങ്ങളുടെ വിശപ്പില്ലായ്മ എന്ന് പറയുന്നത്. ചില മക്കളിലുണ്ടല്ലോ ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് പതിയെ വിശപ്പൊന്ന് കുറഞ്ഞു തുടങ്ങും. അത് ശരിക്കും ആ ഒരു വയസ്സിൻ്റെ അത്രയും ആ ഒരു ഗ്രോത്തിൻ്റെ ആ ഒരു വെലോസിറ്റി ഒന്ന് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. പക്ഷേ അതുണ്ടല്ലോ ഒരു 3 വയസ്സ് വരെയൊക്കെ നിൽക്കത്തുള്ളൂ. 3 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾ പഴയ പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് റീഗെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്കുള്ള സമയത്ത് ചില മക്കളിൽ കാണുന്ന വിശപ്പില്ലായ്മ അബ്സല്യൂട്ട്ലി നോർമലാണ്. അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സ്മോൾ ആയിട്ടുള്ള മീൽസ് കൊടുക്കുക, പക്ഷെ കുറച്ചുകൂടി ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് കുറച്ചുകൂടി കൂടുതൽ തവണ കുഞ്ഞുങ്ങൾക്ക് മീൽസ് കൊടുക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ എല്ലാ തവണയും കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന വിശപ്പില്ലായ്മ നോർമൽ ആകണമെന്നില്ല. മറ്റ് ചില പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വിശപ്പില്ലായ്മ മക്കളിൽ കണ്ടുവരാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഇതുപോലെ വിശപ്പില്ലായ്മ കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വൈറൽ ഫീവർ വന്നാൽ പോലും കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഫീവർ ഉണ്ടാകുന്ന സമയത്തും ആ ഫീവർ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 1-2 ആഴ്ചയും കുഞ്ഞുങ്ങളിൽ വിശപ്പില്ലായ്മ കണ്ടുവരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഡെഡ്ലി ആണ്, പക്ഷെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇൻഫെക്ഷനാണ് ട്യൂബർക്കുലോസിസ് അഥവാ TB എന്ന് പറയുന്നത്. ഈ മുതിർന്ന ആളുകളിലൊക്കെ ഉണ്ടല്ലോ TB വരുമ്പോഴത്തേക്കും അതിലവർ പ്രസൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചുമയ്ക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കഫം വരുന്നു, ശ്വാസം മുട്ട് വരുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും. പക്ഷെ കുഞ്ഞുമക്കളിലുണ്ടല്ലോ ഇതുപോലെ ചുമച്ച് കഫം തുപ്പുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. മിക്ക മക്കളും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചുമച്ച് കഴിയുമ്പോഴത്തേക്കും വരുന്ന കഫം അവരങ്ങ് വിഴുങ്ങിക്കളയുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ പ്രധാനമായിട്ടും അവരിൽ കണ്ടുവരുന്ന ലക്ഷണം എന്ന് പറയുന്നത് അകാരണമായിട്ടുള്ള വിശപ്പില്ലായ്മ, കുഞ്ഞിന് വെയിറ്റ് കൂടാണ്ടിരിക്കുക, വളർച്ച മുരടിക്കുക, ഹൈറ്റ് വെക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ എത്രയും പെട്ടെന്ന് പോയിട്ടൊരു പീഡിയാട്രിഷ്യനെ കാണണം. ഇനി അത് കൂടാണ്ട് ചില മക്കളിൽ ലിവർ സംബന്ധമായിട്ടുള്ള കരൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മഞ്ഞപ്പിത്തം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള മക്കളിലും വിശപ്പില്ലായ്മ കണ്ടുവരാറുണ്ട്. വളരെ റെയറായിട്ട് എന്തെങ്കിലും ബ്ലഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ലുക്കീമിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില മക്കളിൽ മറ്റ് ലക്ഷണങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞ വിശപ്പില്ലായ്മ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളിൽ വിശപ്പില്ലായ്മ ഉണ്ടാകും. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വലിയ ആൾക്കാരിൽ കണ്ടുവരുന്നതല്ലേ എന്ന്. ഒരിക്കലും അല്ല. തൈറോയിഡിൻ്റെ പ്രശ്നം ഇപ്പം ജനിച്ച കുഞ്ഞു മക്കളിൽ വരെ തൈറോയിഡിൻ്റെ പ്രോബ്ലം കണ്ടുവരാറുണ്ട്. അപ്പോൾ തൈറോയിഡിൻ്റെ കുറവുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വിശപ്പില്ലായ്മ ഉണ്ടാകും. അപ്പോൾ അതും നമ്മൾ ഒരു ഡോക്ടറെ പോയി കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ, അല്ലേ? അല്ലാണ്ട് നമ്മളപ്പോൾ നോർമലാണ്, കുഞ്ഞ് കളിക്കുന്നുണ്ടല്ലോ എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും നമ്മൾ ഇരിക്കരുത്. ഇനി ഇതല്ല, ശാരീരികമായ പ്രശ്നങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത്, അല്ലേ? ചില കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ എന്തെങ്കിലും മാനസിക വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന വഴി, അതായത് സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ കൂടെ കളിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, ഡൊമസ്റ്റിക് വയലൻസ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലും ഇതുപോലെ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, മക്കളിൽ ഉണ്ടാകുന്ന വിശപ്പില്ലായ്മ എപ്പോഴും നോർമൽ അല്ല. കുഞ്ഞുങ്ങളിൽ അവന് വലിയ വിശപ്പൊന്നും മുന്നേ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അവൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നൊന്നും വിചാരിച്ചിട്ടിരിക്കരുത്. മറ്റു കുഞ്ഞുങ്ങളെക്കാൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ കുഞ്ഞിന് വിശപ്പ് കുറവാണ്, നമ്മുടെ കുഞ്ഞിന് വെയിറ്റ് കുറവാണ്, നമ്മുടെ കുഞ്ഞിന് ഹൈറ്റ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ടൊരു പീഡിയാട്രിഷ്യനെ കാണിക്കണം. കുഞ്ഞിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മെഡിക്കൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.